ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ നന്ദനെയും കൊണ്ട് സന്ധ്യ നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. നന്ദ, ഈ ഒരു അവസ്ഥയിൽ എന്നെ ഇവിടെ ആരും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ അകത്തേക്ക് കയറ്റിവിട്ടിട്ട് സന്ധ്യ അവിടെ നിന്ന് പോകുന്നു. അതേസമയം പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവന്തികയും അനഘയും നന്ദനെ കാണുകയാണ്. അല്ല, നന്ദൻ കൊണ്ടുപോയ കാർ എവിടെയെന്ന് അവന്തിക പറയുകയാണ്. ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, പുതിയ പുതിയ ശീലങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ. അതെങ്ങനെയാ? ഭാര്യ അവന്തിക കാരണം നന്ദൻ കുടിക്കാതിരുന്നാലാ അത്ഭുതം. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക നന്ദനെ പിടിക്കാൻ ഒരുങ്ങുമ്പോൾ അനഘ പറയുകയാണ്, ചേച്ചിക്ക് ഇതെന്തിൻ്റെയാ? ചുമ്മാ വേണ്ടാത്ത വയ്യാവിലിയൊന്നും എടുത്ത് തലയിൽ വെക്കണ്ട. എൻ്റെ അനഘി, ഇവിടേക്ക് ക്യാമറയുണ്ട്, നീ അത് കാണുന്നുണ്ടോ? അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക നന്ദനെയും താങ്ങി പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സച്ചി നന്ദനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്താ ഏട്ടത്തി, എന്ത് പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ, നന്ദേട്ടൻ അല്പം മദ്യപിച്ചിട്ടുണ്ട് സച്ചി, അതാന്ന് അവന്തിക പറയുന്നു. കൂട്ടുകാരെങ്കിലും നിർബന്ധിച്ചതാകാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക നന്ദനെയും കൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ മുറിയിൽ കൊണ്ട് നന്ദനെ കിടത്തിയതിനു ശേഷം എന്തൊക്കെയോ ആലോചിക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അർച്ചനയുമാണ്. സച്ചി ടെൻഷനോടെ ഇരിക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ടേക്ക് അർച്ചന ചെല്ലുകയാണ്. എന്തിനാ സച്ചിയേട്ടാ ഇനിയും ടെൻഷനൊക്കെ? എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിച്ചില്ലേ? ഇനി നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം ജീവിക്കണം. ഇരട്ടക്കുട്ടികൾ വേണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഒരു മോൻ അല്ലെങ്കിൽ ഒരു മോള്, എന്നിട്ട് നമുക്ക് നമ്മുടെ മക്കളുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, ശരിക്കും താനൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നല്ലാതെ സച്ചേട്ടാ, ഏതൊരു പെണ്ണിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരമ്മയാവുക എന്നത്. സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ നമുക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പവുമില്ലെന്ന്. സച്ചിയേട്ടൻ ഇനിയും പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കൊണ്ട് ബെഡിലേക്ക് കിടക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. കുളിച്ച് വേഷം മാറി വരുന്ന അവന്തിക കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് കുങ്കുമം കൊണ്ട് പൊട്ട് തൊടുകയും സിന്ദൂരം ചാർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ചിരിയോടെ നന്ദന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നന്ദന്റെ അടുത്തേക്ക് കയറി കിടക്കുന്ന അവന്തിക നന്ദന്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം തന്റെ നെറ്റിയിലുള്ള കുങ്കുമവും തന്റെ ചുണ്ടിൽ നിന്നും ലിപ്സ്റ്റിക്കും എല്ലാം എടുത്ത് നന്ദന്റെ മുഖത്തേക്ക് തേക്കുകയാണ്. അതിനുശേഷം നന്ദന്റെ നെഞ്ചോട് ചേർന്ന് അവന്തിക ഉറങ്ങുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദന് ബോധം വരുന്നതാണ്. പെട്ടെന്ന് അവന്തിക തൻ്റെ അടുത്ത് കിടക്കുന്നത് കാണുന്ന നന്ദൻ അവന്തികയെ തട്ടി മാറ്റുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ തറയിലേ കിടക്കാവൂ എന്ന്, എന്നിട്ട് എന്ത് ധൈര്യത്തില നീ എൻ്റെ കൂടെ വന്ന് കിടന്നതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നന്ദൻ. അപ്പോൾ നന്ദേട്ടന് ഇന്നത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ? നന്ദേട്ടൻ തന്നെയാ എന്നെ പിടിച്ച് കട്ടിലേക്ക് കിടത്തിയത്. തറയിൽ കിടന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് ആദ്യം എൻ്റെ കൂടെ കിടന്നു. അതിനുശേഷം എന്നെ ബലമായി പിടിച്ചിരുത്തി സംസാരിച്ചു. ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് മാപ്പ് തന്നെന്നും പറഞ്ഞു. അതിനുശേഷം നന്ദേട്ടൻ തന്നെയല്ലേ എന്നെ എടുത്ത് കട്ടിലേക്ക് കിടത്തിയത്. നിങ്ങളുടെ പഞ്ചാര വാക്കുകളിൽ ഞാൻ അറിയാതെ വീണുപോയി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എതിർത്തുമില്ല. ഇതൊക്കെ കേൾക്കുന്ന നന്ദൻ ഞെട്ടലോടെ നിൽക്കുമ്പോൾ അവന്തിക പറയുകയാണ്, സോറി നന്ദേട്ട, നമ്മൾ തമ്മിൽ ഇനി ദേഷ്യവും പിണക്കവും ഒന്നും ഉണ്ടാകല്ലെന്നല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഞാനത് മറന്നുപോയി. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതിന് നന്ദേട്ടൻ അതൊക്കെ എങ്ങനെ ഓർമ്മയുണ്ടാകാനാ? നന്ദേട്ടൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നത് 4 കാലയിലാ. എന്താണെങ്കിലും പഴയതൊക്കെ മറക്കാം. ഇന്നു മുതൽ നമുക്ക് പുതിയൊരു ജീവിതം തന്നെ തുടങ്ങാം. ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായി അവന്തികയോട് നന്ദേട്ടന് എന്തുമാത്രം പ്രണയമുണ്ടെന്ന്. ഇന്നലെ ഒരു രാത്രി കൊണ്ട് തന്നെ എന്നിലെ പകയും വിദ്വേഷവും എല്ലാം തന്നെ ഞാൻ മാറ്റിവെച്ചു. അവന്തികെ, നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഫിറ്റായിരുന്നെന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എൻ്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷം എന്നെ ഇത്രയും സ്നേഹിക്കാനും എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കാനും ഒരാളുണ്ടെന്ന ബോധം എനിക്ക് ഇന്നലെയാ വന്നത്. അവന്തികെ, ഈ ധാരണയൊക്കെ വേണ്ട നന്ദേട്ട, നന്ദേട്ടനൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ തടയുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.